ചൂരൽമലയിൽ സ്ഥിരം പാലം വരുന്നിടം വരെ ബെയിലിപ്പാലം നിലനിർത്തുമെന്ന് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന മേജർ ജനറൽ വിനോദ് ടി മാത്യു മീഡിയ വണ്ണിനോട് പറഞ്ഞു. സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നും മേജർ ജനറൽ. നമ്മളിപ്പോഴുള്ളത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ആ പ്രതലത്തിലാണ്. കരസേന ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ 100-ലധികം വരുന്ന സേനാ പ്രവർത്തകർ ആ പാലത്തിന്റെ നിർമ്മാണം തകൃതിയിലായി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മേജർ ജനറൽ വിനോദ് മാത്യു നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം സാറേ. നമ്മൾ ഈ പാലം നിർമ്മാണം എപ്പോഴത്തേക്ക് ഏതാണ്ടാകും എന്നുള്ളതാണ് ആളുകളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇനി ഇതിന്റെ ഒരു നിർമ്മാണത്തിന്റെ പുരോഗതി എന്താണ് ഇപ്പോൾ? ഈ പാലം ഇവിടെ നിർമ്മിച്ചത് വളരെ റെക്കോർഡ് സമയത്താണ്. ഞങ്ങൾ ഈ പാലം ബൈ റോഡ് മാർഗം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. അതിവിടെ ഇന്നലെ ഉച്ചയോടുകൂടി അതിൻ്റെ സാമഗ്രികൾ എത്തി. ഈ റോഡൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ വലിയ വണ്ടികളൊക്കെ മൂവ് ചെയ്യാൻ. അവിടെ എത്തിയിട്ട് ഇന്നലെ തൊട്ട് ഉച്ചയ്ക്ക് തൊട്ട് ഇന്ന് രാവിലെ വരെ രാത്രിയിലും പകലും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ഈ പാലം തയ്യാറാക്കുന്നത്. ഇന്ന് ഒരു 11 മണി ഉച്ചയോടുകൂടി ഈ പാലം തയ്യാറാകും. ഇത് തയ്യാറായി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ്റെ രണ്ടാമത്തെ ഫേസിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഓക്കെ, ഈ പാലം നമ്മൾ കൈമാറി കഴിഞ്ഞാൽ വലിയ ഭാരവാഹനങ്ങൾക്ക് ഇതിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഈ പാലത്തിൻ്റെ കപ്പാസിറ്റി 24 ടണ്ണാണ്. ഇത് എല്ലാ വണ്ടികളും, നമുക്ക് ആവശ്യമുള്ള എല്ലാ വണ്ടികളും ഇതിൽ കൂടി പോകാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു പെർമനൻറ്റ് പാലം ഉണ്ടാകുന്നത് വരെ ഈ പാലം ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കും. അത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇനിയൊരു പാലം ഇവിടെ എപ്പോഴാണ് നിർമ്മിക്കുന്നത് അതുവരെ നമ്മുടെ ബെയിലി പാലം ഇവിടെ ഉണ്ടാകും. ഇവിടെ ഉണ്ടാകും. ആ പാലം വരുന്നവരെ ഈ പാലം ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഈ പാലം വരുന്നതോടുകൂടി കൂടുതൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കും. സാർ ഉൾപ്പെടെ ഇന്നലെ നമ്മൾ മുണ്ടക്കയിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷെ നമ്മൾക്ക് അപ്പോഴും മുണ്ടക്കയിൽ നിന്ന് പിന്നീട് തൊട്ടടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ, പുഞ്ചിരിമറ്റം പോലുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യമില്ല. അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും, സൈന്യത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? ഇതിനി വന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പ്ലാന്റ് എക്യുപ്മെന്റ് ഈ പാലത്തിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനുള്ള റോഡൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് മുമ്പോട്ടും റോഡ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കും. അപ്പം അങ്ങോട്ട് പോകാൻ സാധിക്കും. നമ്മൾ എത്ര സൈനികരാണ് സാർ നിലവിൽ ഈ പ്രവർത്തനം? പാലം മാത്രമല്ല, നമ്മൾ ടോട്ടൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത് എത്ര പേരുണ്ട്? അവരെ എവിടേക്കാണ് നമ്മളിപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്? ഓവറോൾ ഇവിടെ 500-ൽ പരം ആർമിയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ട്. അത് വന്നത് സ്ഥലങ്ങൾ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ബാംഗ്ലൂർ, ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രയും സൈനികർ ഇവിടെയുണ്ട്. അതിൽ മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്, 122 TA ബറ്റാലിയൻ മദ്രാസ് റെജിമെൻറ്റ്, 2 മദ്രാസ് ഉണ്ട്, മറാഠ റെജിമെൻ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പിന്നെ DSC സെൻറ്റർ കണ്ണൂർ ആണ് ഇതിൽ ആദ്യം ഇവിടെ എത്തിയ ഏറ്റവും കൂടുതൽ ട്രൂപ്സ് ഉള്ളത്. DSC സെൻറ്റർ കണ്ണൂരിൽ നിന്നാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ടീമാണ് ഇവിടെ ഉള്ളത്. അവർ 160ഓളം പേരുണ്ട്. 220 അടി ബ്രിഡ്ജിൻ്റെ എക്യുപ്മെൻറ്റ് കൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും സാർ ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും, വലിയ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നിന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് എത്രത്തോളം ഒരു വ്യത്യസ്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്? ഇത് ഈയിടെ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ദുരന്തമാണിത്. ഇത്രയും മാസീവായിട്ടുള്ള ഒരു ദുരന്തം ഞങ്ങൾ ഈയിടെ സമീപകാലത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രയും ചലഞ്ചിങ് ആണ് ഞങ്ങൾക്ക്. ബാക്കി സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷേ ഇത് ഏറ്റവും വലിയ ദുരന്തമാണ് ഈയിടെയുള്ള. ഓക്കെ, നമ്മൾ സൈന്യം ഇതിന്റെ പൂർണ്ണമായ റെസ്ക്യൂ പൂർത്തിയാകുന്നത് വരെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും? തീർച്ചയായിട്ടും ഇതെല്ലാം കംപ്ലീറ്റ് റെസ്ക്യൂ തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം സൈന്യത്തിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളൊപ്പമുണ്ട്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ കരസേനയുടെ സേനാംഗങ്ങളെ മുഴുവൻ കാണുന്നത്. കാരണം വലിയ തോതിൽ ആശങ്ക നിറഞ്ഞ സമയത്താണ് സൈന്യം ഇവിടെ വന്നിറങ്ങിയത്. അപ്പോൾ കേരളം മുഴുവൻ സൈന്യത്തിനൊപ്പം ആ പ്രാർത്ഥനയുമായി ഞങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക്സ് അലോട്ട്. അപ്പോൾ അതാണ് സൈഫുദ്ദീൻ അദ്ദേഹം വിനോദ് മാത്യു സാർ പറഞ്ഞു നിർത്തിയത്. ഈ ബെയിലി പാലം അതൊരു താൽക്കാലിക പാലമായിരിക്കില്ല. ഇനിയൊരു പാലം ഇവിടെ വരുന്നത് വരെ ആ പാലം ഇവിടെ ഉണ്ടാകും. അതിൽ കൂടെ കൂടുതൽ വാഹനങ്ങൾ മുകളിലേക്ക് മുണ്ടക്കൈയിലേക്ക് പോകും. മുണ്ടക്കൈയിൽ വെച്ച് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ സൈന്യത്തിന് അടുത്ത ദൗത്യം തുടങ്ങേണ്ടി വരും. ഇന്ന് ഉച്ചയോടുകൂടി പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണഗതിയിലാകും. അതിനുശേഷമാകും ഇപ്പോൾ നമുക്ക് വിട്ടുതരിക, കേരളത്തിന് ആ പാലം വിട്ടുതരിക എന്നുള്ളതാണ്. ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഓർക്കേണ്ടതാണ്, സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു ദുരന്തമുഖം ഞങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സേന തന്നെ പറയുകയാണ്. വളരെ ദുഷ്കരമായ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. അത് ഓവർകം ചെയ്യുകയാണ് അവർ എന്നുള്ളത്. മഹാദുരന്തമുഖത്ത് സൈന്യം എന്ന ആശ്വാസം അത് ചെറുതല്ല.